എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണം ഈ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് ഈ IT ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്, കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടക്കമുള്ള ആളുകളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ പ്രാഥമികമായി ശേഖരിച്ച ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത്ര കാര്യമായ ഒന്നും ലഭിച്ചിട്ടില്ല. അത് ഈ വരും ദിവസങ്ങളിലും അടുത്ത ദിവസങ്ങളിലും ഉണ്ടായ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കും. എന്തായാലും അദ്ദേഹത്തിന് അവസാനമായി പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ ആളുകൾ അദ്ദേഹത്തെ കബറിടത്തിന് ചുറ്റും ഈ ചുവന്ന പൂക്കളുമായി നടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ഒരു അത്ഭുതപ്പെടുത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നതിൽ സംശയമില്ല. ഈ മലയാളിയായി ഇത്രയധികം ഈ വ്യവസായ രംഗത്ത് ഉയർന്ന അപൂർവം വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് റോയ് എന്ന് നമുക്ക് അറിയാം. ഈ റോയിയുടെ ബിസിനസ് സംരംഭങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ ലോകത്ത് എമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ്. അദ്ദേഹം ഈ നിരവധി ആളുകൾക്ക്, ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവനക്കാരായ പലരും വളരെ വികാര നിർഭരമായാണ് ഇവിടെ തുടരുന്നതും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ കുറച്ച് സമയം കൂടി നേരത്തോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും. രാവിലെ 9:30 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബന്നാർഘട്ടയിലെ റിസോർട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ബന്നാർഘട്ട ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അവിടെ തനിക്ക് അന്ത്യവിശ്രമം കൊള്ളണമെന്നൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ചിൻ്റെ സെമിത്തേരി എന്നുള്ളതിന് പകരം അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ തന്നെ ഈ കബറടക്കം നടത്താനുള്ള തീരുമാനവും ഉണ്ടായിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ആദ്യം അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ സെൻറ് ജോസഫ് പള്ളിയിൽ നടന്നിരുന്നു. 1.5 മണിക്കൂർ നീണ്ട പ്രാർത്ഥന കഴിഞ്ഞ് അല്പസമയം മുൻപാണ് മൃതദേഹം ഇവിടെ എത്തിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജിന, അതാണ് സാജിദ് പറഞ്ഞ പോലെ ബന്നാർഘട്ടയിലെ റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് അന്ത്യവിശ്രമം അവിടെ കൊള്ളണമെന്നുള്ള ആഗ്രഹപ്രകാരമാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാജിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ആൾക്കാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ പൊതുദർശനം ഉണ്ടായിരുന്നു, വലിയ ജനത്തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. സാജിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് വലിയ രീതിയിൽ വലിയ ബിസിനസ് രംഗത്തേക്ക് ചുവടുറപ്പിച്ച ഒരു മനുഷ്യൻ, ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ബിസിനസ് രംഗത്ത് പറന്ന് ഉയരാൻ സാധിച്ച ഒരു മനുഷ്യനായിരുന്നു. ഒപ്പം അദ്ദേഹം കൂടെയുള്ളവരെയും ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. എപ്പോഴും സന്തോഷത്തോടെയും വളരെയധികം കോൺഫിഡൻസോടും കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. സകല വേദികളിലും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ സാജിദ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാർക്കും അറിയാം അദ്ദേഹം എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ ഇൻ്റർവ്യൂവിൽ സംസാരിച്ചത്. അത്രയ്ക്ക് കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇനി തനിക്കൊന്നും നേടാനില്ല, എല്ലാ തരത്തിലും താൻ സന്തോഷവാനാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇനിയൊരു വിമാന അപകടം ഉണ്ടാവുകയാണെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ആ നേരത്ത് താൻ ഗെയിം കളിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുക. തനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല, അത്തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും തനിക്കിനി ഇല്ല എന്നൊക്കെ അന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് ഇതാണ്, ഞങ്ങളുടെയൊക്കെ ഒരു റോൾ മോഡലായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സഹപ്രവർത്തകരൊക്കെ അങ്ങനെയാണ് അന്ന് സംസാരിക്കുകയും ചെയ്തത്. മറ്റു പാവങ്ങളുടെ അടക്കം ജീവിതത്തിലൊരു വെളിച്ചം കൂടിയായിരുന്നു CJ റോയ്. അവിടെ വരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു മനുഷ്യനെ ഇനിയൊരിക്കലും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സാജിദ് ഇനി എത്ര സമയം കൂടെ എടുക്കും ഈ സംസ്കാര ചടങ്ങുകൾ തീരാൻ എന്നാണ് മനസ്സിലാക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ തീരാൻ അല്പസമയം കൂടി എടുക്കും. അതിൽ ഇനി മതപരമായ ചടങ്ങുകൾ ഇല്ല, അതെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഈ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കല്ലറയാണ്. സാധാരണ ഗതിയിൽ നമുക്കറിയാം ഈ ചർച്ചുകളിലാണെങ്കിൽ അതിൻ്റെ മറ്റൊരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ 6 അടി ഈ മണ്ണിൻ അടിയിൽ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു കല്ലറയിലേക്കാണ് അതിലേക്ക് കയർ കെട്ടി ഈ
പെട്ടിയോടുകൂടി ഇറക്കുക എന്നുള്ളതാണ് നടക്കേണ്ടത്. ആ ചടങ്ങുകളാണ് നടക്കുന്നത്. ഇപ്പോഴെന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ പ്രായമായി, അവരും എൻ്റെ മകനെ എന്ന് വിളിച്ച് വലിയ സങ്കടത്തോടു കൂടി ഈ രാവിലെ ഈ പൊതുദർശനത്തിൻ്റെ സമയത്ത് വന്ന് ഏറെ നേരം ഇവിടെ ഇരുന്നിരുന്നു. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, അദ്ദേഹത്തെ ഈ പരിചയപ്പെടുന്ന ആളുകൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റാളുകളെ സഹായിക്കുക എന്നുള്ളതിനപ്പുറം എന്ന കാര്യത്തിനൊപ്പം തന്നെ ഈ സൗഹൃദ ബന്ധങ്ങൾ വലിയ തോതിൽ വില കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പല ആളുകളും എത്തിയിരുന്നത്. അങ്ങനെ ഈ ബിസിനസ് രംഗത്തെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ആൻ്റണി പെരുമ്പാവൂർ സിനിമ നിർമ്മാണ രംഗത്തും അദ്ദേഹം, നമുക്കറിയാം, ഈ സജീവമായി റോയി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആൻ്റണി പെരുമ്പാവൂരിനെ പോലെ മിഥുനെ പോലെയുള്ള ആളുകൾ ഇങ്ങോട്ട് ബംഗളൂരുവിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. അദ്ദേഹം ഒരു സാധാരണ ഒരു ബിൽഡർ എന്നോ ഇല്ലേ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ എന്നുള്ളതിനോ അപ്പുറം ഈ കലയെയും വലിയ രീതിയിൽ സ്നേഹിച്ചിരുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ പല സിനിമകളും കന്നഡ സിനിമകളും എല്ലാം തന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, താൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മറ്റ് ബിസിനസ് പോലെ വലിയ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചല്ല താൻ ചെയ്യുന്നത്. ഈ പകരം അതിലൂടെ തനിക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് താൻ ഈ സിനിമ നിർമ്മാണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് തന്ത്രങ്ങളിൽ തന്നെ ഉടൻ പണം നൽകുക, അദ്ദേഹത്തിന് പണം നൽകുക, തിരിച്ചും പണം നൽകുക, അങ്ങനെ ഈ കടം വയ്ക്കാതെ ഉള്ള ഒരു ബിസിനസ് രീതിയായിരുന്നു അവലംബിച്ചത്. അത് തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ ഇൻകം ടാക്സ് ഇത്രയധികം വേട്ടയാടാനുള്ളൊരു കാരണവും. അദ്ദേഹം ഈ കടം വാങ്ങാതെ എങ്ങനെയാണ് ഇത്രയധികം ബിസിനസ് ചെയ്യുന്നത് എന്നൊരു സംശയമായിരുന്നു ഇൻകം ടാക്സിന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കേന്ദ്ര ഏജൻസിയുടെ വേട്ടയാടലിൽ ഇത്രയധികം മനക്കരുത്തുള്ളൊരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രധാനമായും പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബാബു CJ, അദ്ദേഹം വൈറ്റ് ഗോൾഡിൻ്റെ ഉടമ കൂടിയാണ്, വലിയ ബിസിനസ് രംഗത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആണ് ഈ നിരന്തരം ഇത്തരം വേട്ടയാടലുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ വലിയ മനഃപ്രയാസം ഉണ്ടായിരുന്നു. സഹോദരനെ കാണണം എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നപ്പോൾ CJ ബാബു ഉണ്ടായിരുന്നത് ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നിന്ന് വന്ന ഉടനെ കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അറസ്റ്റിലേക്ക് പോകുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് അദ്ദേഹം മാനസികമായി വളരെയധികം തകർന്നത് എന്നുള്ളത്. അതായത് ജീവിതം ആനന്ദകരവും ആസ്വാദകരവും ആഘോഷപൂർവ്വവും ആക്കണം എന്ന് പറയുന്നൊരു മനുഷ്യന് ഈ ജയിലിൽ പോയി താൻ കിടക്കേണ്ടി വരും എന്നുള്ളത് ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അത് തൻ്റെ കുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. തൻ്റെ കെട്ടിപ്പടുത്ത ഈ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് തകർച്ച വരാൻ കാരണമാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ട് ഈ ചെയ്തതാണ് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു സമഗ്രമായ അന്വേഷണം, വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ അതിൻ്റെ കൃത്യമായ കാരണം എന്താണ് എന്ന് വ്യക്തമാവുകയുള്ളൂ. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും സഹോദരങ്ങളും അവരുടെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ജീവനക്കാരുമായ ആളുകളും ഈ സുഹൃത്തുക്കളായ ആളുകളും എല്ലാം തന്നെ ഇപ്പോൾ ഈ ചുവന്ന പൂക്കൾ അദ്ദേഹത്തിൽ അവസാനമായി അർപ്പിക്കുകയാണ്. അല്പസമയം